അനുദിന വിശുദ്ധർ മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ. ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യുവാക്കിമിന്റെയും അന്നയുടെയും മകൾ മറിയത്തിൽ നിന്ന് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്യുമെന്ന സന്ദേശമാണ് ഇന്നത്തെ തിരുനാളിന്റെ അടിസ്ഥാനം. ഗബ്രിയേൽ ദേവദൂതൻ കന്യകാമറിയത്തെ സമീപിച്ച് അഭിവാദനം ചെയ്തു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദേവദൂതന്റെ വാക്കുകൾ കേട്ട് അവൾ അസ്വസ്ഥയായി. അപ്പോൾ ദേവദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. മറിയത്തിന്റെ ഈ സമ്മതം ദൈവത്തിന്റെ പദ്ധതിയോടുള്ള പൂർണ്ണ വിധേയത്വം വ്യക്തമാക്കലാണ്. പോൾ ആറാമൻ പറഞ്ഞതുപോലെ, വചനം മറിയത്തിന്റെ പുത്രനായി തീർന്നതിന്റെയും കന്യക ദൈവത്തിന്റെ അമ്മയായി തീർന്നതിന്റെയും തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്.